ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനെൻ്റെ കാലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. മക്കളൊക്കെ സ്കൂളിൽ പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഓട്ടം പോയിട്ടാ. പിന്നെ ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മേലേക്ക് വന്നിക്കട്ടെ അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ. കുറേ ദിവസമായിട്ടാണ് മുളകും മല്ലിയൊക്കെ മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. നിറയെ ചപ്പുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് വേഗം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ അത് എൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ചപ്പേനെയൊക്കെ ഒരു ചാക്കിൽ കൊട്ടി വയ്ക്കുകയാണ്. പിന്നെ ഇതാ മുളകും മല്ലിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാനിതാ ഉണക്കാനുണ്ട് കേട്ടോ. നല്ല വെയിലറിക്കുന്നുണ്ട്, അപ്പോൾ വേഗം അത് ഉണങ്ങി കിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക. മുളകും മല്ലിയും മേടിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് അതിനെ വറുത്തിട്ടാട്ട പൊടിക്കുക. അങ്ങനെ മുളകും മല്ലിയൊക്കെ ഉണക്കാനെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴേക്ക് വരികയാണ് കേട്ടോ. ഇത് എണ്ണ കാച്ചാൻ കൊണ്ടുവന്ന കറ്റാർവാഴൻ്റെ തണ്ടിനെ ഞാനൊരു ഡെപ്പിയിൽ വെച്ച് കൊടുത്താൽ കേട്ടോ. അത് നന്നായി ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് ഉണക്കാനിടണം. പിന്നെ ഞാൻ വേഗം തുണിയൊക്കെ ഒന്ന് ഉണക്കാനിടുകയാണ്. അങ്ങനെ എൻ്റെ തുണി ഉണക്കാടലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വന്നിട്ടുണ്ട്. വന്നിട്ട് ഇക്കാക്ക് ചായ വേണം പറഞ്ഞിട്ട് ഞാനത് വെച്ച് കൊടുക്കുകയാണ്. വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത്. കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് KFC ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുള്ള കുബൂസിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കി വേണ്ടാട്ടാ പോയിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ ഞാൻ മാവ് രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഞാനിതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. 2.5 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. വലിയ വലിയ പീസാക്കി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഞാനിതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കുള്ള പൊടിനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ഞാനൊരു പാത്രത്തിലോട്ട് 50 ഗ്രാം മൈദപ്പൊടിയും 50 ഗ്രാം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. കോൺഫ്ലവറും മൈദയൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനും പൊടികളും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഞാനിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് 3 കൂടി ചാച്ച പേസ്റ്റാണിത്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിന് 4 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് മുളകും മല്ലിയും തുണികളൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും മക്കളൊക്കെ സ്കൂളിൽ വരാനായിട്ടുണ്ട്. പിന്നെ എനിക്ക് KFCയും കുബൂസൊക്കെ ഉണ്ടാക്കണം. പിന്നെ അടുക്കളയിൽ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നിന്ന് പിന്നെ ഈ തുണി എടുക്കലൊക്കെ അങ്ങോട്ട് മറക്കുള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതിനൊക്കെ ഒന്ന് എടുത്തിട്ട് വരികയാണ്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുബൂസൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം KFCയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ചിക്കനിലൊക്കെ ഇതാ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഓരോ ചിക്കനും എടുത്തിട്ട് ഞാൻ ഓട്സ് ആട്ട് എടുത്തിട്ടുള്ളത്. ഓട്സിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അത് വെന്ത് കിട്ടുമല്ലോ. ലോ ഫ്ലെയിമിലിട്ട് വേണ്ട അതിനെ വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ മേൽഭാഗമൊക്കെ കരിയുള്ളൂ. രണ്ടടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ KFC ഉണ്ടാക്കാൻ. അങ്ങനെ KFC ഒക്കെ ആയിട്ടുണ്ട്. ആയത് പിന്നെ വേഗം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക കേട്ടോ ചെയ്ത്. ഞാനിത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും മോള് പിന്നെ വേഗം മയോണൈസൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. 7-അപ്പ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 7-അപ്പും മയോണൈസും കുബൂസും KFC ഒക്കെ കൂട്ടിയിട്ട് കുട്ടികൾ കഴിക്കുകയാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ. അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ബാക്കിയെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ KFC ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇക്കയും കൂടി പിന്നെ കഴിക്കാനിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ KFC. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയല്ലോ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.